ഹായ്, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. അപ്പോൾ ന്യൂസിലാൻഡ് IJK ഫാമിലിയുടെ മറ്റൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ യാത്ര എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വണ്ടിയുടെ വീൽ അലൈൻമെന്റ് നോക്കാൻ വേണ്ടി പോവാണ്, ചെക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ കാലത്ത് തന്നെ പിള്ളേരെ സ്കൂളിലൊക്കെ വിട്ട് ഞങ്ങൾ തിരിച്ചു വന്ന ഡ്രസ്സൊക്കെ മാറി ഇപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇവിടെയാണെങ്കിൽ നമുക്ക് അങ്ങനെ അലൈൻമെന്റ് ചെക്ക് ചെയ്യാൻ എല്ലാത്തിനും നാട്ടിലും അതുപോലെ തന്നെ ആയിരിക്കും അപ്പോയിന്റ്മെന്റ് എടുക്കണം. അപ്പോൾ ഞങ്ങൾക്ക് 9:30ക്കാണ് അപ്പോയിന്റ്മെന്റ് കിട്ടിയേക്കുന്നത്. നമ്മൾ പിള്ളേരെ കുറച്ച് നേരത്തെ സ്കൂളിൽ കൊണ്ടുവിട്ടിട്ട് 9:30ക്ക് അപ്പോയിന്റ്മെന്റ് ഉണ്ട് നമുക്ക്. അപ്പൊ നമ്മൾ ആ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ ഇവിടെ നിന്ന് ഒരു 15 മിനിറ്റ് ഉണ്ടല്ലേ, 15 മിനിറ്റ് യാത്ര ഉണ്ട് അങ്ങോട്ട്. ഇപ്പൊ ഓൾറെഡി 8:53 9:30ക്കാണ് അപ്പോയിന്റ്മെന്റ്. അപ്പോ അങ്ങോട്ടുള്ള യാത്രയാണ് ഇപ്പൊ. മുന്നേ നമ്മൾ ചെയ്ത സ്ഥലത്ത് നിന്ന് നമുക്ക് അപ്പോയിന്റ്മെന്റ് കിട്ടിയില്ല. ഞങ്ങൾ കുറെ സ്ഥലത്ത് കാലത്ത് തന്നെ വിളിച്ച് കുറെ സ്ഥലത്ത് ചെക്ക് ചെയ്തു. നമ്മൾ ഇന്നലെ നോക്കേണ്ടതായിരുന്നു തോന്നുന്നു. ഇന്ന് പിന്നെ ഒന്നാമത്തെ വെള്ളിയാഴ്ചയും കൂടി ആയത് കാരണം കൊണ്ട് ചെറിയ രീതിയിൽ ആൾക്കാർക്ക് മടിയും കാണും. ഞങ്ങൾ കുറെ സ്ഥലത്ത് കാലത്ത് തന്നെ വിളിച്ച് ചെക്ക് ചെയ്തു, ഒരുപാട് സ്ഥലത്ത് വിളിച്ച് നോക്കി അപ്പോയിന്റ്മെന്റ് കിട്ടാൻ വേണ്ടി. ഒരു 2-3 സ്ഥലത്തൊക്കെ അവർ പറഞ്ഞു ഇന്നേക്ക് അപ്പോയിന്റ്മെന്റ് ഇല്ല, അടുത്ത ആഴ്ചക്ക് തരാന്ന്. ഒരു സ്ഥലത്ത് വൈകിട്ടത്തേക്ക് തരാന്ന് പറഞ്ഞു. പക്ഷെ ഇന്ന് എനിക്ക് ഡ്യൂട്ടി ഉണ്ട് വൈകിട്ട്. അപ്പോ ഒരു സ്ഥലത്ത് പിന്നെ 9 മണിക്ക് അപ്പോയിന്റ്മെന്റ് ആണ്. അപ്പൊ ഞാൻ ആ പെണ്ണിനോട് പറഞ്ഞില്ല, ഞങ്ങൾക്ക് പിള്ളേരെ സ്കൂളിൽ വിടണം, അത് കഴിഞ്ഞിട്ട് വരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെ 9:30ക്ക് തന്നിട്ടുണ്ട്. 9 മണിക്ക് പിന്നെ നമുക്ക് മടി, രാവിലെ എനിക്ക് ഒരാള് പിന്നെ വിടാൻ പോണോ, പിന്നെ ഒരു 10-15 മിനിറ്റ് യാത്ര ഉണ്ടല്ലോ. പിന്നെ ഒരുമിച്ച് പോകാന്ന് വിചാരിച്ചു, വീഡിയോ എടുക്കാന്ന് കരുതിയപ്പോ ഒരുമിച്ച് തന്നെ പോകാന്ന് കരുതി. അങ്ങനെയാണ് പിന്നെ 9:30യുടെ അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്തത്. ഇവിടെ എത്ര പൈസ വരും? ഒരു ഐഡിയ ഇല്ല, ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. ഇവിടെ ഇങ്ങനെ നമ്മള് കറക്റ്റ് പാർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മള് അവിടെ പാർക്കിംഗ് ഏരിയയിലല്ല കൊണ്ട് പാർക്ക് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ സ്ഥലത്തൊക്കെ കൊണ്ടുപോയി പാർക്ക് ചെയ്താൽ ഇങ്ങനെ ടോ ചെയ്തിട്ട് പോകും വണ്ടി. അത് നമ്മളോട് പറയില്ല അവര്. നമ്മളെവിടെ വണ്ടി ഇപ്പോൾ ഓണാണ്, വണ്ടിക്കകത്ത് ആൾക്കാരുണ്ടെന്ന് പോലും അവർ ശ്രദ്ധിക്കില്ല. കറക്റ്റ് പാർക്കിങ്ങിലല്ല വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പം എടുത്തിട്ട് പോകും. അങ്ങനെ അവിടെ ഇവിടെ കൊണ്ടൊന്ന് പാർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ എല്ലാവരും രജിസ്റ്റർ ചെയ്യണം, 1 മണിക്കൂർ ഫ്രീ. എല്ലാ സ്ഥലത്തും ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ കിയോസ്ക് വെച്ചിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് 1 മണിക്കൂറൊക്കെ ചിലപ്പോൾ ഫ്രീ കാണും. വീക്കെൻഡിലും ഫ്രീ കാണും അല്ലെ? വീക്കെൻഡിലും ഫ്രീ ഉണ്ടായിരിക്കും. ബാക്കിയുള്ള സമയത്ത് നമ്മൾ ആ കിയോസ്കിൽ പോയിട്ട് നമ്മുടെ വണ്ടി രജിസ്റ്റർ ചെയ്ത് നമ്മൾ എത്ര സമയം നമ്മളവിടെ കിടക്കുന്നുണ്ടെന്ന് വെച്ചാൽ അതിനനുസരിച്ച് പൈസ അടയ്ക്കണം. അല്ലെങ്കിൽ വണ്ടി കൊണ്ടുപോകും, അല്ലെങ്കിൽ വണ്ടി അടിപൊളിയായിട്ട് കൊണ്ടുപോകും. അവര് കൊണ്ടുപോകുന്ന വെച്ചാൽ അവര് കൊണ്ടുപോയിട്ട് ഏതെങ്കിലും സൈഡിൽ കൊണ്ടിട്ടുണ്ടാവും, ഇടല്ല ഇപ്പൊ കൊണ്ട് വെച്ചിട്ടുണ്ടാവും വണ്ടിന്. പിന്നെ അതുപോലെ നല്ല ഫൈനും കിട്ടും. ഒരു $150 ഒക്കെ അടുത്ത് ഫൈനും കിട്ടും കേട്ടോ. അതുകൊണ്ട് കറക്റ്റ് പാർക്കിങ്ങിലേ കൊണ്ടിടാൻ പാടുള്ളൂ. പിന്നെ നമ്മൾ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്രയാവും വീൽ അലൈൻമെന്റിന്? എത്രയാവും ഏകദേശം? മുന്നേ ചെയ്തപ്പോ എത്രയായിരുന്നു? 65-75 ഒരു 60 to 80 വരെ അല്ലെ പ്രതീക്ഷിക്കാം. നമുക്ക് നോക്കാം ഇന്ന് നമുക്ക് എത്രയാവണേന്ന്. നമ്മള് മുന്നേ ടോപ്പ് വല്ല ചെയ്തതാണ് അല്ലെ? ഇവിടെ നിന്ന് ചെയ്തിട്ടില്ലല്ലോ. ഓക്കെ. അപ്പൊ എത്രയാ വന്നത്? 65 ആണെന്ന്. ഓക്കെ. നമുക്ക് നോക്കി നോക്കി ഇന്ന് ഇവരെത്ര പറയണെന്ന്. ഞങ്ങള് ഒരു ടയർ നമ്മുടെ വേറെ കിടക്കുന്നത്, അതാണ് പ്രശ്നം. അത് ഞാൻ കഴിഞ്ഞ ദിവസം കൊണ്ടുപോയിട്ടേ ഒന്ന് കുത്തി പൊട്ടിച്ചായിരുന്നു. സൈഡിൽ കൊണ്ടുപോയി പാർക്ക് ചെയ്തപ്പോ പൊട്ടിപ്പോയി. ആരായാലും പറ്റും. അത് ഒരു ചെറിയൊരു പൈപ്പിന്റെ പ്രശ്നം പാർക്കിങ്ങിന്റെ സൈഡിൽ. പാർക്കിങ്ങിന്റെ സൈഡിൽ അപ്പൊ അങ്ങനെ സൈഡിൽ കൊണ്ട് പാർക്ക് ചെയ്ത പക്ഷെ ഒറ്റ അത് കൊണ്ടു പൊട്ടിപ്പോയി. അപ്പൊ അത് കാരണം കൊണ്ട് ആ ഒരു ടയർ മാത്രം വേറെയാ, ബാക്കിയെല്ലാം സെയിം കമ്പനിയുടെ ടയർ ആയിരുന്നു. ഇത് മാത്രം വേറെ ടയർ ഇട്ടേക്കണേ. അപ്പൊ അത് കാരണം അലൈൻമെന്റ് പെട്ടെന്ന് വ്യത്യാസം ഉണ്ട്. പിന്നെ ഇത്ര ദൂരം ഓടിക്കണോണ്ട് പ്രശ്നം ഉണ്ടാവോ? ഇത് ആ ടയറിന് പുതിയ ടയർ ആയിരുന്നു. പക്ഷെ ടയറിന് എന്നിട്ട് അറിയോ, ഒരു ചെറിയ സൂചിയുടെ അത്ര ഒരു ഹോളുള്ളോ. പക്ഷെ അത് മാറ്റാൻ അവര് പറഞ്ഞു ഓട്ടിക്കാൻ പറ്റില്ല. സൈഡായതുകൊണ്ടാണ്. അതന്ന് അത് കൊണ്ട വശം സൗണ്ട് വന്നു. അപ്പൊ തന്നെ എല്ലാവരും നോക്കിട്ട് പറഞ്ഞു കഴിഞ്ഞു, ഫ്ലാറ്റ് ആയി പറഞ്ഞു. ഒന്നും ചെയ്യാൻ പറ്റില്ല, രക്ഷയില്ല. അങ്ങനെ കാലത്തിന് ചായ കുടിച്ചിറങ്ങി. എന്നാലും വിശക്കൂല പുറത്തേക്ക് ഇറങ്ങുമ്പോ? വിശക്കുന്നതല്ല, കള്ളത്തിട്ട് തിന്നാനാ. ചെറുപ്പത്തിലേ നമ്മള് ഇപ്പോഴും അത്ര പ്രായമൊന്നും ആയിട്ടില്ല, എന്നാലും നമുക്ക് ഇങ്ങനെ പുറത്തൊക്കെ ഇറങ്ങുമ്പോ എന്തിട്ടെങ്കിലും തിന്നാൻ തോന്നില്ലേ? ശരിയാ. ഇന്നലെ ഞാനിവിടെ ഒരു വീട്ടിൽ വന്നേ. അപ്പൊ അഡ്രസ് നോക്കുമ്പോ ഇതിന്റെ ബാക്കിൽ, പോലീസ് സ്റ്റേഷന്റെ ബാക്കിൽ. ഇവിടെ വഴി നോക്കുമ്പോ ഈ പോലീസ് സ്റ്റേഷന്റെ സൈഡിൽ കൂടെയുള്ള വഴി ഇത് മാത്രമേ ഉള്ളൂ. അവിടെ എഴുതി വെച്ചിരിക്കുന്നത് പോലീസ് സ്റ്റേഷനിലേക്കുള്ള വഴിയാണ്. അത് പോലീസുകാർക്ക് പാർക്ക് ചെയ്യാനുള്ള വഴിയാണ്, മറ്റേ ആർക്കും വരുന്നവർക്കല്ല. അപ്പൊ ഞാൻ ആളെ വിളിച്ച്, ആൾക്ക് എന്തേലും എനിക്ക് മനസ്സിലാവില്ല, എവിടെയാ സ്ഥലം മനസ്സിലാവില്ല.
അവസാനം ആള് എന്നെ വിളിച്ച്, ആള് മെസ്സേജ് അയക്കുന്നുണ്ട് അങ്ങോട്ട് വാന്നൊക്കെ പറഞ്ഞിട്ട്. എന്റെ രാത്രി ആയിരുന്നു ഒന്നും മനസ്സിലാവണില്ല. മാപ്പില് ഗൂഗിൾ മാപ്പ് ഇട്ടോക്കി, ആപ്പിൾ മാപ്പ് ഇട്ടോക്കി, എല്ലാ സ്ഥലം വേറെ കാണിക്കുന്നത്. ഇതിന്റെ ബാക്കിലാന്ന് എനിക്ക് മനസ്സിലായി, പക്ഷെ കറക്റ്റ് മനസ്സിലാവണില്ല. ലൈറ്റ് ഇട്ട് ഞാൻ ഉള്ളി കയറ്റാൻ പാടുന്ന പോലീസ് വണ്ടി വരുന്നത്, ലൈറ്റ് ഇട്ടിട്ട് പെട്ടെന്ന് പോവാൻ വേണ്ടിട്ട് അവര്. പക്ഷെ എനിക്ക് റോങ് ആന്ന് മനസ്സിലായി. എന്നിട്ട് ഞാന് പിന്നെ നോക്കിയപ്പോ എന്നിട്ട് പോലീസ് സ്റ്റേഷന്റെ അപ്പുറത്തെ ആ മരത്തിന്റെ ഇടയിൽ കൂടെ ഒരു കുഞ്ഞൊരു വഴിയുണ്ട്, കറക്റ്റ് ഒരു വണ്ടിക്ക് പോവാം, അതിൽ കൂടെ ആയിരുന്നു വഴി. എന്നിട്ട് പിന്നെ അവസാനം കണ്ടുപിടിച്ചു. പക്ഷെ നമ്മള് തെറ്റി അങ്ങോട്ട് അതിന്റെ ഉള്ളിൽ തെറ്റിയ മറ്റേ ഒരു ഇതിൽ കണ്ടില്ലേ, അമേരിക്ക എവിടെയാന്ന് അറിയില്ല, ഞാനിങ്ങനെ പോസ്റ്റിൽ കണ്ടതാ. ഊബറാന്ന് വിചാരിച്ചിട്ടേ ആ പെണ്ണ് അങ്ങനെ ഒരു കടയുടെ എന്തിന്റെ ഫ്രണ്ടിൽ നിക്കണ്. അപ്പോ ഊബറോ വണ്ടി പറഞ്ഞിട്ടുണ്ട്. പെണ്ണ് വണ്ടി എന്നിരിച്ച് പോലീസുകാരെ വണ്ടി അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു, എന്റെ ബാക്കിൽ കയറിയിരുന്നു. എന്നിട്ട് ഉള്ളി കയറി പുറത്തിറങ്ങാൻ പറ്റും. അപ്പൊ മറ്റേ പെണ്ണ് എന്നിട്ട് പോലീസുകാരത്തി ചോദിച്ചു, നീ എന്തിനു ഇതിൽ കയറിയ? അപ്പൊ ഈ പെണ്ണു ഞാൻ ഊബറാന്ന് തിരിച്ച് കയറിയതാണ്. പോലീസ് വണ്ടിയിട്ട് മറ്റേ ടൈപ്പ് പോലീസ് വണ്ടി ആയിരിക്കും, പോലീസിന്റെ എംബ്ലം ഇല്ലാത്തത്. എംബ്ലൊക്കെ ഉണ്ട്. ഇത് മൊബൈൽ അങ്ങനെ നോക്കി ചിലപ്പോ മറന്ന് തെറ്റിട്ട് ഞാൻ പുതിയ ആളങ്ങനെ ആയിരിക്കും, സ്റ്റുഡന്റ് ഒക്കെ ആയിരിക്കും, ചിലപ്പോ മനസ്സിലാവില്ലല്ലോ. വണ്ടി എടുത്ത് ഊബർ വന്നു, ഊബർ ചിലപ്പോ തൊട്ടപ്പുറത്താണ് നിർത്തിയിട്ടുണ്ടാവും. അങ്ങനെ കേറി. അത് കഴിഞ്ഞിപ്പോ പിന്നെ ഇതിന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞ് എന്നിട്ട് പ്രശ്നം വെച്ചാൽ ബാക്കിലത്തെ ഡോറ് അവർക്ക് തുറക്കാൻ പറ്റില്ല, പുറത്തുനിന്ന് ആളൊന്നും തുറക്കണം, ചൈൽഡിലോക്ക് പോലെ. എന്നിട്ട് പിന്നെ ഇറങ്ങിയിട്ട് പിന്നെ അവിടെ എന്റെ അടുത്ത് കുറച്ച് ചൂടാണ്ടായി. ഈ പെണ്ണ് ഐഡിയ എവിടെയാ, അതെവിടെയാ, ഇത് പോലീസ് വണ്ടിയിൽ എന്തിനു കയറുന്നത് എന്നൊക്കെ പറഞ്ഞു എന്തൊക്കെ പറയണ്ടേ. അറിയാണ്ടായിരിക്കില്ലേ? അറിയാണ്ടാണ് ചിലര്, പക്ഷെ കറക്റ്റ് ആയിട്ട് അറിഞ്ഞോണ്ട് ചെയ്യൂട്ടാ. എന്നാലും കേറിയാലും അതിന്റെ ഉള്ളില് പോലീസുകാരുടെ വണ്ടിയുടെ ഉള്ളില് ക്യാമറ ഉണ്ടാവും. അപ്പൊ അവരതെടുത്ത് പുറത്തിട്ടുണ്ടല്ലോ. പോലീസുകാരെ എടുത്തിട്ടുണ്ടെങ്കിൽ അവരെടുത്ത് മേത്ത് ഇങ്ങനെ ക്യാമറ വെക്കും. എന്ത് കോൺവെർസേഷൻ വന്നാലും അപ്പൊ അവര് സംഭവം ഇതാക്കും. എന്തുണ്ടെങ്കിലും അവർക്ക് അവര് യൂണിഫോം ഒരു ക്യാമറ ഉണ്ടാവും, ക്യാമറയില് എല്ലാം റെക്കോർഡഡ് ആയിരിക്കും. അവര് പറയണത് കറക്റ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടിട്ടേ, അല്ലെങ്കിൽ എന്തെങ്കിലും അതിനൊക്കെ ഉണ്ടായോ എന്നൊക്കെ അറിയാൻ വേണ്ടി കറക്റ്റ് ആയിട്ട്. നാട്ടിൽ അങ്ങനെയാണ് ശരിക്കും വേണ്ടത്. ഇവിടെയൊക്കെ കേസിനോട് കണ്ടല്ലേ കേറുമ്പോ എല്ലാവരും ഇങ്ങനെ നിൽക്കണ്ടാവും, ഒന്നുമില്ല, മേത്തോടെ അടിപൊളി ക്യാമറ. അപ്പൊ എന്ത് സംസാരിക്കുമ്പോഴും എന്താക്കുമ്പോഴും റെക്കോർഡ് ചെയ്യും. നമുക്ക് രണ്ടുപേർക്കും ഒരു പ്രത്യേകത എന്നിട്ടാ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ജാക്കറ്റ് അന്ന് 2 വർഷം മുന്നേ മറ്റേ എന്നിട്ട് ആര് പറഞ്ഞില്ലേ ഭയങ്കര തണുപ്പാണ്. 2 വർഷം മുന്നേ ഞങ്ങള് ആദ്യമായിട്ട് ന്യൂസിലാൻഡിലേക്ക് വന്നപ്പം 2 വർഷം കഴിഞ്ഞു. അപ്പൊ പറഞ്ഞില്ലേ ഭയങ്കര തണുപ്പാണ്. പിന്നെ 0 ഡിഗ്രിയിൽ ഇടാൻ പറ്റണ ജാക്കറ്റ് കൊണ്ടുവരാൻ പറഞ്ഞു. ഞങ്ങൾ എന്നിട്ട് അതും ഡെക്കാത്ലോണിന്ന് തന്നെ വാങ്ങിക്കണം, വേറെ എവിടുന്ന് വാങ്ങിക്കാൻ പാടില്ല. എന്നിട്ട് വാങ്ങിച്ചു ഞങ്ങള് 0 ഡിഗ്രിയിൽ നിന്ന്. 0 ഡിഗ്രി പോയിട്ട് 10 ഡിഗ്രിയില് പറ്റൂല. പക്ഷെ എന്ത് രസം എന്നറിയോ, ഒരുവിധം നമ്മുടെ മലയാളീസ് മൊത്തം ഡെക്കാത്ലോണിൽ പോയിട്ട് ഇതേ സ്വെറ്റർ ഇട്ടിട്ട് വന്നിട്ടുണ്ടോ. ഞാനിതിട്ട് പോയിട്ടേ ഒരു കടയിൽ 2 പെണ്ണുങ്ങൾ അവിടെ ഇരിക്കുന്നു, അവര് ഇതേ ഒരു ദിവസം ഞാനിതുപോലെ പുറത്ത് പോയപ്പോ ഇതിട്ടിട്ട് ഒരു പെൺകൊച്ചു ഡെക്കാത്ലോൺ അല്ലേ, ഏജൻസി അല്ലേ ഇങ്ങനെ പറഞ്ഞു. അതെന്താ അറിയോ, ശരിക്കും പറയണെങ്കിൽ നമ്മള് നാട്ടിൽ നിന്നല്ല ഡ്രസ് വേണ്ടത്, ഇവിടുന്നാണ് വേണ്ടത്. ഇവിടെ നല്ല അടിപൊളി സാധനം കിട്ടും. നാട്ടിൽ എത്ര പൈസ ഉള്ളൂ, ഇത് എത്ര 3000 എത്ര കൊടുത്ത് വാങ്ങിയതാ ഒരെണ്ണത്തിന്. എത്രണ്ണം വാങ്ങി, ഒരാൾക്ക് 2 എണ്ണം വെച്ചിട്ട് 4 പേർക്ക് 8 എണ്ണം വാങ്ങിയത് വെറുതെ. ഒരു കാര്യമില്ല. ബ്ലാക്ക് വാങ്ങി, ബ്ലൂ വാങ്ങി, ഒരു കാര്യമില്ല. ഇത് ഇട്ടിട്ടാണെങ്കിലോ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്ത അവസ്ഥയാവും. ചില സമയത്ത് ഒരു വല്ലാത്തൊരവസ്ഥ, ചില സമയത്തൊരു ഇതുമില്ല, വല്ലാത്തൊരവസ്ഥ. ശരിക്കും നമ്മള് ഇവിടെ വന്നിട്ട് ഇവിടുന്ന് വാങ്ങണ്ട, ഇവിടുത്തെ നല്ല അടിപൊളി സാധനങ്ങളുണ്ട്. പിന്നെ അതും പഫർ ജാക്കറ്റ് ഓക്കെ, പക്ഷെ തുണി ജാക്കറ്റ് വേണം. ഞങ്ങൾ വിചാരിക്കുക, ഞങ്ങളിപ്പം വന്നിട്ട് 2 വർഷം കഴിഞ്ഞു അല്ലേ. April 5 നമ്മളിവിടെ വന്നത്. ഈ April 5 2 വർഷം കഴിഞ്ഞു. അപ്പൊ നമുക്കൊരു എന്നിട്ട് പറയാ ഒരു എക്സ്പീരിയൻസ് ഇടണം അല്ലെ. എത്ര നാളത്തെ നമ്മുടെ എക്സ്പീരിയൻസ്? നല്ല എക്സ്പീരിയൻസാ അല്ലേ. ഈ വഴി കണ്ടിട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഈ വഴിയിൽ മൊത്തം വർഷാപ്പ് എന്ന് പറയില്ലേ, വർഷാപ്പ് ഇവിടെ ഗാരേജ് എന്ന് ഗാരേജ്. പക്ഷെ ഇത് ശരിക്കും നമ്മുടെ സൽമാബാദ് നമ്മള് ബഹ്റിനിലായിരുന്നല്ലോ മുന്നേ. അവിടെയുള്ള ഒരു സൽമാബാദ് എന്ന സ്ഥലമുണ്ട്, അവിടെ ഫുള്ള് ഇങ്ങനെ വർക്ക്ഷോപ്പുകളാ. ശരിക്കും ആ ഏരിയയിലേക്ക് പോണ പോലെ ഉണ്ടല്ലേ. അതന്നെ ശരിക്കും ഇതിപ്പോ നമ്മുടെ നാട്ടിലൊക്കെ പോണ പോലെ ഒരു ഫീല്. വേൾഡ് ഓഫ് ടയേഴ്സ് പോവാൻ പോണതാണ്. വേൾഡ് ഓഫ് ടയേഴ്സ് ഈ കടയിലേക്ക് നമ്മൾ പോണതാ. അയ്യോ, വേൾഡ് ഓഫ് ടയേഴ്സ്. തണുക്കണുണ്ട്. നമ്മൾ പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോ നല്ല തണുപ്പ്. അപ്പൊ ഇവിടെയാണെങ്കിൽ അവരൊരു
ഇത് ഹീറ്റർ തന്നെ, പക്ഷേ ഇത് കത്തിച്ചേക്കണതാണ്, ഗ്യാസ് സിലിണ്ടർ അടിയിൽ വെച്ചിട്ട് ഇങ്ങനെ കത്തിച്ചേക്കണ ഒരു ഇതാണ്. അപ്പൊ ഇങ്ങോട്ട് അടുത്തേക്ക് വന്നപ്പോൾ നല്ല ചൂട്, നല്ല സുഖം. അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ നിന്നു. അപ്പൊ നമ്മുടെ വണ്ടി വന്നപ്പോൾ തന്നെ അവര് നമ്മുടെ പേരൊക്കെ ചോദിച്ചു, നമ്മുടെ ഇതൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ വണ്ടി അവർ അടുത്ത ബിൽഡിങ്ങിലേക്ക് കൊണ്ടുപോയി. നമ്മളിപ്പോൾ വന്ന ഈ ഓഫീസിൽ അല്ല ചെയ്യണത്, വേറെ അപ്പുറത്തെ ബിൽഡിങ്ങിലാണ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അവര് വണ്ടി എടുത്തുകൊണ്ട് പോയി. അപ്പൊ ഞങ്ങൾക്ക് ഇവിടെ ഒരു റൂമിൽ വന്നിട്ട് ഇരുന്നോളാൻ പറഞ്ഞു. അപ്പൊ ഇവിടെയാണെങ്കിൽ കുറേ ടയറുകൾ വെച്ചിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ടയറുകളാണെങ്കിൽ നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇതൊക്കെ കണ്ടില്ലേ, ഈ ടയർ നോക്കി, ഇത് മെയിനായിട്ട് നമ്മളിങ്ങനെ മണ്ണിക്കോടെയൊക്കെ പോകുമ്പോൾ മഡ് കണ്ട മഡ് റേജ് സ്ട്രിക് മാക്സ്, മണ്ണിക്കോടെയൊക്കെ ഇങ്ങനെ പോകുമ്പോൾ അങ്ങനെ ഉപയോഗിക്കാനുള്ള ടയർ അല്ലേ. നമ്മൾ അറിയോ, ഇവിടെ കുറേ ടയറുകളുണ്ട്. ഇങ്ങനെ കാണുമ്പോ നമുക്ക് ടയർ കാണുമ്പോൾ മനസ്സിലാവും എന്തൊരു വലിപ്പുണ്ടെന്ന്. മറ്റേത് നമുക്ക് മനസ്സിലാവുമ്പോ വണ്ടിയും വിടുമ്പോ മനസ്സിലാവില്ല. ഇവിടെ തന്നെ എന്റെ അടുത്ത് ഒരു ഫോട്ടോ എടുക്കണം, ഇതാക്കാം, തമ്മിലാക്കാം. പിന്നെ ഇവിടെ കണ്ട കൊറേ കമ്പനിയുടെ ടയറുകളുണ്ട്. യോക്കോഹാമ, മോമോ ടയേഴ്സ്, ഗുഡ് റൈഡ്, ഇതൊക്കെ കുംഹോ ടയർ, പെറ്റ്ലാസ്. ചൈനീസ് ആണ്. നമ്മളിപ്പോ ഇവരുടെ അടുത്ത് ചോദിച്ചു വിട്ട് നമ്മുടെ വീൽ അലൈൻമെന്റ് എന്തുകൊണ്ടാണ് നമ്മൾ വീൽ അലൈൻമെന്റ് ചെയ്യണേന്ന് അവർ ഫസ്റ്റ് തന്നെ ചോദിച്ചായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, നമ്മൾ വണ്ടി ഓടിക്കുമ്പോ ചെറുതായിട്ടൊരു ലെഫ്റ്റ് സൈഡിലേക്ക് ഇങ്ങനെ വണ്ടി ഇങ്ങനെ പോണ പോലെ തോന്നുന്നുണ്ടെന്ന്. അപ്പൊ അങ്ങനെ അതുകൊണ്ടാണ് നമ്മൾ വീൽ അലൈൻമെന്റ് ഇപ്പൊ ഈ സമയത്ത് ചെയ്യണതെന്ന് പറഞ്ഞു. അപ്പൊ അവരോട് നമ്മൾ പ്രൈസ് ചോദിച്ചപ്പോ അവര് $89 പറഞ്ഞത്. നിന്റെ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത് 65 തോന്നുന്നു. ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്, ഇപ്പൊ എനിക്ക് മനസ്സിലായി. ഇത് പക്ഷെ കുറച്ചും കൂടി പ്രൊഫഷണൽ ആൾക്കാരാന്ന് തോന്നുന്നു അല്ലേ. ഇവിടെ തന്നെ ആദ്യം ഇവിടെ വന്നിട്ട് പഞ്ചർ ഒട്ടിക്കാൻ വന്നിട്ട് എന്റെ വണ്ടി. അപ്പൊ ബാക്കിയുള്ളിടത്തൊക്കെ $40-40 ഇവിടെ $50. പക്ഷെ ഒരു $50 മറ്റേ രണ്ട് വീലിന്റെയും അലൈൻമെന്റും അത് ഇതൊക്കെ ഫ്രീ ആയിട്ട് ചെക്ക് ചെയ്തിരും. പിന്നെ അടുത്ത പ്രാവശ്യം വരുമ്പോ നമ്മൾ ഓൾറെഡി ഉണ്ടെങ്കിൽ പിന്നെ പൈസ ഇപ്പൊ തന്നെ അവർ ചോദിച്ചായിരുന്നു, നമ്മൾ മുന്നേ ഇവിടെ വന്നിട്ടുണ്ടോ, അപ്പൊ എന്തോ ഒരു ഇതുണ്ട്, പ്രൈസ് വ്യത്യാസമൊക്കെ ഉണ്ട്. അപ്പൊ അതുപോലെ തന്നെ ഇവിടെ ചില ഷോപ്പുകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, ഇങ്ങനെ ഒരു പ്രാവശ്യം നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ അടുത്ത 3 പ്രാവശ്യത്തെ എന്നിട്ടാ ഈ വീൽ അലൈൻമെന്റ് നമുക്ക് ഫ്രീ ആന്നൊക്കെ, അങ്ങനെ എന്തൊക്കെയോ ഓപ്ഷനുകളൊക്കെ ഉണ്ട്. ഞാൻ പതുക്കെ നീങ്ങി വരുന്നത് ഞാൻ ഹീറ്ററിന്റെ അടുത്തോട്ട് കേട്ടോ. ഹീറ്റർ അത് ഇവിടെ ഈ സൈഡിലേക്ക് നല്ല ചൂടുണ്ട്. അതുപോലെ തന്നെ ഇവര് കുറച്ചിങ്ങനെ വീൽ അലൈൻമെന്റിന് പിന്നെ ടയറിന്റെ ചാർട്ടുകൾ വെച്ചിട്ടുണ്ട്. ടയർ വെയർ ചാർട്ട് നോക്കിയാൽ നമുക്ക് ഏകദേശം മനസ്സിലാവട്ടോ. ഇതൊക്കെ 50% ടയറിന്റെ മറ്റേതൊക്കെ. പിന്നെ അതുപോലെ മെയിൻ അട്രാക്ഷൻ അറിയോ, ഇവിടെ ഏത് സ്ഥലത്ത് പോലും ഈവൻ ബാങ്കിൽ പോയാൽ വരെ ഒരു സൈഡ് പിള്ളേർക്ക് വേണ്ടി വെച്ചിട്ടുണ്ടാവും. കാരണം നമ്മളെല്ലാവരും ഇവിടെ കുറച്ചും കൂടി ഫാമിലി ഫ്രണ്ട്ലിയാണ്. അതായത് പിള്ളേർക്ക് കുറച്ചും കൂടിയും എല്ലാവരും കുറച്ചും കൂടി ഒരു കെയർ കൂടുതൽ കൊടുക്കും. അപ്പം നമ്മളാണെങ്കിലും എവിടെ പോകണമെങ്കിൽ നമുക്ക് പിള്ളേരെ കൊണ്ടുപോകേണ്ട ഒരു കുഴപ്പമില്ല. അപ്പം ബാങ്കിൽ പോയാൽ വരെ അത് എവിടെ പോയാലും, അത് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്, ബാങ്ക് എവിടെ പോയാലും ഒരു സൈഡിൽ പിള്ളേർക്ക് ഒരുപാട് ടോയ്സ് വെച്ചിട്ടുണ്ടാവും. അപ്പം നമ്മളിപ്പോൾ പിള്ളേരെ കൊണ്ടുപോകുകയാണെങ്കിൽ ഇപ്പം 45 മിനിറ്റ് ഒക്കെ ഇപ്പം നമ്മൾ കുഞ്ഞു പിള്ളേരെ കൊണ്ട് ഇവിടെ വരാണെങ്കിൽ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ബോറടിക്കും. അതൊരു സംഭവമാണ്. പക്ഷെ എന്നാലും തീരെ കുഞ്ഞു പിള്ളേർക്കൊക്കെ ചെയ്യാം. കുറച്ച് കഴിയുമ്പോൾ അവർക്ക് ബോറടിക്കും, അവർക്ക് അറിയാൻ തുടങ്ങും. അപ്പം ഇങ്ങനെ എല്ലാ സ്ഥലത്തും കുറേ ടോയ്സ് വെച്ചിട്ടുണ്ടാവും. ടോയ്സ്, ബുക്ക്. പിന്നെ ഒരു സൈഡിൽ എവിടെ പോയാലും നമുക്ക് കാണാം, ഒരു സൈഡിൽ ഇതുപോലെ ഒരു ടീയുടെ ഒരു സെപ്പറേറ്റ് സ്ഥലം ഉണ്ടാവും. ഇവിടെ ഒരു മെഷീൻ ഉണ്ട്. അതുപോലെ തന്നെ സൈഡിൽ നമുക്ക് വേണമെങ്കിൽ ടീയുടെ എല്ലാ ഐറ്റംസും വെച്ചിട്ടുണ്ട്. ചായ, കാപ്പി, ഗ്രീൻ ടീ ഉണ്ട്, പഞ്ചസാര ഉണ്ട്, കപ്പ് ഉണ്ട്, അതുപോലെ തന്നെ ചൂടുവെള്ളം, തണുപ്പ് വെള്ളം, ടിഷ്യൂ എല്ലാം ഉണ്ടാവും. അപ്പൊ നമുക്ക് ഇവിടെ കുറെ നേരം ഇരുന്നിട്ട് നമുക്ക് ബോറടിച്ചാൽ നമുക്ക് വേണമെങ്കിൽ ചായ ഉണ്ടാക്കി കുടിക്കാം. അപ്പോൾ ഒരു പ്രശ്നമില്ല, ചായ, വെള്ളം എല്ലാം അങ്ങനെ എല്ലാം നമുക്ക് ഉണ്ടാക്കി കുടിക്കാം കേട്ടോ. അതും ഒരു സംഭവമാണ്. അപ്പൊ നിന്റെ കേട്ടോ അവിടുന്ന് ഫ്ലാറ്റ് വൈറ്റ് കോഫി എടുക്കാട്ടോ. വെറുതെ അമർത്തിയാൽ മതി, തന്നെ വന്നോളും. പിന്നെ നമുക്ക് പഞ്ചസാര വേണമെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് ഇടണം. ബഡ്ജറ്റ് ടയർ എവിടെയാ? നമ്മളിവിടെ കാലത്ത് വിളിച്ചിട്ടുണ്ടായിരുന്നിട്ട് ബഡ്ജറ്റ് ടയറിലേക്ക്. അവിടെ പക്ഷെ അപ്പോയിന്റ്മെന്റ് ഇല്ലാന്ന് പറഞ്ഞേ. അവിടെ ഇതില്ല, ഉണ്ടായിരുന്നില്ല. ഞങ്ങള് പതുക്കെ അകത്തിരുന്ന് ബോറടിച്ചപ്പോ പതുക്കെ അവിടെ നിന്ന് നമ്മള് കോഫി എടുത്ത് പുറത്തേക്ക് ഇറങ്ങി. തണുപ്പുണ്ട്. അപ്പൊ ഇവിടുന്ന് മറ്റേ നമ്മള് ഇപ്പം ആ ഷോപ്പിന്റെ ഫ്രണ്ടിലാണ് നിൽക്കണേ. അപ്പൊ ഇതിന്റെ ഫ്രണ്ടിൽ നോക്കുമ്പോ നമുക്കൊരു മുസ്ലിം പള്ളിയാണ് കേട്ടാ. മുസ്ലിം പള്ളിയാന്ന് തോന്നുന്നു, അത് കണ്ടിട്ട് മുസ്ലിം പള്ളിയുടെ പോലെ ഉണ്ട്. നമുക്ക് അറബി വായിക്കാൻ അറിയാത്തതുകൊണ്ട് പിന്നെ അത്രയും അകലിലേക്ക് ന്യൂസിലാൻഡ് മുസ്ലിം എന്തോ എഴുതിയിട്ടുണ്ട്. പ്രായം ഉണ്ടായിരിക്കും, കണ്ണത്രയും കാണില്ല. നീ ആനപ്പുറത്തല്ലോ. നമുക്ക് എന്താ ആനപ്പുറത്തേക്കണത്?
കുണ്ടി കാണിച്ച് നിക്കാം. പാവം അതിന് മോളിൽ കയറ്റി. അത് വിലലേമിന്റെ അവർ ചെയ്തോണ്ടിരിക്കുക. അപ്പൊ നമ്മളിങ്ങനെ നടന്ന് വന്നപ്പോ ഇതിന്റെ ബാക്ക് സൈഡിലേക്ക് വന്നപ്പോ നമ്മള് വണ്ടീനെ കണ്ടു. വണ്ടി ഒരു എന്താ പറയാ, നമുക്കൊരു ഒരു ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഇല്ലേ നമ്മുടെ വണ്ടികളോട്. എനിക്ക് ഭയങ്കരമായിട്ടാ. എനിക്കിങ്ങനെ വണ്ടിയുമ്പോ ചെളിയായാലോ എന്തെങ്കിലും ഇങ്ങനെ ഭയങ്കര ഇതാ. ഇപ്പൊ നിന്റെ തന്നെ ഈ വണ്ടി മാറ്റി നമുക്കൊരു ഇലക്ട്രിക് വണ്ടി നോക്കാം എന്ന് പറഞ്ഞപ്പം ഭയങ്കര ഇമോഷണലി ഭയങ്കര ഒരു പ്രശ്നമാണ്. എനിക്കിതുപോലെ ബഹ്റിനില് കൊറോള ഉണ്ടായിരുന്നു, ഒരു വൈറ്റ് കൊറോള. അയ്യോ അത് വിറ്റന്ന് നമ്മളിങ്ങോട്ട് പോരുന്നതിന് മുന്നേ നമ്മളത് കൊടുത്തല്ലോ. ഞാൻ ഭയങ്കര കരച്ചിലായിരുന്നു. എനിക്ക് സങ്കടം വന്നിട്ട് പോയായിരുന്നു അല്ലേ. എനിക്ക് ഭയങ്കര ഇതാ. എനിക്ക് നമ്മൾ ആലോചിച്ച് നോക്കി, അതിന് ജീവൻ ഉണ്ടെങ്കിൽ നമ്മൾ സംസാരിക്കും. പക്ഷെ ജീവനില്ല, അതൊരു ഇൻസ്ട്രുമെന്റ് പോലത്തെ അങ്ങനത്തെ ഒരു സാധനമാണ്. നമുക്കറിയാം ഒരു മെഷീനാണ്. പക്ഷെ എന്നിരുന്നാലും ഒരു ലക്കാണ് നമുക്ക് വണ്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സേഫ് ആയിട്ട് കൊണ്ടുപോകും. നമ്മൾ ഇത്രയും വഴി പോകും, നമ്മൾ സേഫ് ആയിട്ട് കൊണ്ടുപോകും, തിരിച്ചു വരണല്ലേ. വണ്ടീനെ ഞാൻ പറയല്ലേ, എന്റെ മൂന്നാമത്തെ മോൻ RX അത് അപ്പൊ എനിക്കറിയില്ലായിരുന്നു എന്താണ് അതിന്റെ ഫീലിംഗ്. ഇപ്പൊ നാട്ടിലെ ഒരു RX ഉണ്ട്. നമ്മളെപ്പോഴും അത് വിൽക്കാം എന്ന് പറയുമ്പോൾ ഞാൻ ഫസ്റ്റ് പറയും. ഇപ്പം വീട്ടിൽ നിന്നായാലും നമുക്കത് വിൽക്കാം എന്ന് പറയുമ്പോൾ ഞാനാണ് ഫസ്റ്റ് അതിന് വേണ്ടി വാശി പിടിക്കുന്നത്, അത് വിൽക്കണ്ടാന്ന്. അതിന്റെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വണ്ടീനെ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് അതറിയുള്ളൂ. എനിക്ക് ഒരുപാട് വണ്ടിനെ കുറിച്ച് അറിഞ്ഞിട്ടോ അങ്ങനെയൊന്നും അല്ല കേട്ടോ. പക്ഷെ വണ്ടി വൺസ് നമ്മള് ഇഷ്ടപ്പെട്ടാല് ഞാൻ എല്ലാ ആഴ്ചയും എന്റെ വണ്ടി ഞാൻ എല്ലാ ആഴ്ചയും കഴുകും. എന്റെ വണ്ടി അവിടെ കിടക്കുന്നുണ്ടെങ്കിൽ ഞാൻ അതും കഴുകാറുണ്ട്. ഞാൻ കഴുകാറുണ്ട്. ഇവിടെ എന്താ കാരണം എന്നറിയോ, ഇവിടെ പൊടിയില്ല. അപ്പൊ പിന്നെ ഇവിടെ കഴുകേണ്ട കാര്യമില്ല. ശരിക്കും എന്റെ വണ്ടി മെയിൻ ആയിട്ട് കഴുകണതിന്റെ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും ദൂരം യാത്ര ചെയ്യുമ്പോൾ മഴയൊക്കെ ആകുമ്പോൾ നന്നായിട്ട് ചെളി പിടിക്കും, പിന്നെ ടയറുമൊക്കെ നന്നായിട്ട് അഴുക്ക് പിടിക്കും. അതുകൊണ്ടാണ് ഞാൻ കഴുകണത്. പക്ഷെ അതുമല്ല, വണ്ടിയിൽ കയറിയിരിക്കുമ്പോൾ എനിക്ക് വിഷമം തോന്നും. അന്ന് എന്നെ വണ്ടിയുടെ ടയർ പഞ്ചറായിട്ട് എനിക്ക് പൈസ പോണതിന്റെ അല്ല വിഷമം. അയ്യോ, അങ്ങനെ ഒരു ഫീലിംഗ് ആയിരുന്നു. നല്ലതാ, ഭയങ്കര എനിക്ക് ഇഷ്ടാ. വണ്ടിനെ നമ്മൾ സ്നേഹിച്ചു കഴിഞ്ഞാൽ തിരിച്ച് നമ്മളെ സ്നേഹിക്കും. എന്താ അല്ലടാ, അങ്ങനെയല്ല. നമ്മുടെ വണ്ടി എപ്പോഴും നീറ്റ് ആൻഡ് ടൈഡി ആയിട്ട് ഉപയോഗിക്കണം. അതാണ്. ഇന്നിപ്പോ കഴിഞ്ഞ ദിവസത്തെ മഴയായിട്ട് വണ്ടിക്കകത്ത് നമ്മുടെ ജോലി സ്ഥലത്ത് റെയിൻകോട്ട് ഇടും നമ്മള്. ആ റെയിൻകോട്ട് ഇട്ടിട്ട് അതേപാടെ നമ്മൾ വണ്ടിക്കകത്ത് കയറി ഇരിക്കുമ്പോൾ വെള്ളമൊക്കെ അതിനകത്തായിട്ട് ഇങ്ങനെ നമ്മുടെ വണ്ടി റെക്സിനല്ല, അത് റെക്സിനാണ്. പക്ഷെ എന്നാലും വെള്ളം ലെതറാണല്ലേ, ലെതറാണ്. പക്ഷെ എന്നിരുന്നാലും വെള്ളത്തിന്റെ ആണെന്ന് തോന്നുന്നു ഒരു ചെറിയൊരു സ്മെല്ല് വന്നു വണ്ടിക്കകത്ത്. പൊന്നൂസ് വണ്ടിയിൽ ഫസ്റ്റ് കയറിയപ്പോ തന്നെ അമ്മ എന്താ വണ്ടിയിൽ സ്മെല്ല് ചോദിച്ചു. അങ്ങനെ ഉണ്ടാവാറില്ല നമ്മുടെ വണ്ടിക്കകത്ത്. അപ്പൊ അത് പിള്ളേര് പോലും നോട്ട് ചെയ്യുന്നുണ്ട്. അത് ഞാൻ മാത്രല്ല കേട്ടത്, എന്റെ കഴിവ് മാത്രല്ല, ഞാനും പൊന്നൂസും ആവട്ടി 3 പേരും കൂടി ഞങ്ങള് വീഡിയോ നിർത്തിയത് വലിയൊരു റോഡായിരുന്നു. ആ റോഡ് ക്രോസ് ചെയ്യണമായിരുന്നു. അപ്പൊ ഞങ്ങൾ ഓടി ആ നേരത്തെ എടുത്ത കാപ്പി കഴിഞ്ഞു. ഇതിപ്പോ ഒരു ഇന്ത്യൻ കട എത്തിയിട്ട് നമ്മളിവിടെ യോഗിജി നമ്മള് സാധാരണ ഇന്ത്യൻ സാധനം, വേറൊരു കടയുണ്ട് ഇന്ത്യൻ സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നത്. ഇവിടെ വേറൊരു കടയുണ്ട്. ഈ കട കണ്ടപ്പോഴേ വെറുതെ കേറാൻ തോന്നുന്നു. കറിയാലോ, അടിപൊളിയല്ലേ കട? നല്ല ദോശയും സാമ്പാറോ ഓർഡർ ചെയ്ത. ഞാൻ ശരിക്കും പറഞ്ഞ വിശക്കണമെന്നില്ല, പക്ഷെ ഇവിടെ ഈ ഷോപ്പ് കണ്ടപ്പോൾ ഒരു ആഗ്രഹം സാമ്പാറും വടയും കഴിക്കാനായിട്ട്. ഞങ്ങള് ബഹ്റിനിലായ സമയത്ത് നവരത്ന എന്ന് പറഞ്ഞൊരു കടയുണ്ട്. അവിടെ പോയിട്ട് എപ്പോഴും ഇവര് പൊന്നൂസ് പോയിട്ട് ഇപ്പോഴും ദോശ, നിന്റെ ഏട്ടൻ മറ്റേ പാനിപ്പൂരി മസാലപ്പൂരി അങ്ങനത്തെ കഴിക്കും. ഞാൻ സാമ്പാർ വട അല്ലേ. പക്ഷെ ഇന്ന് അത്ര വിശപ്പില്ല. ഒരു പ്ലേറ്റ് സാമ്പാർ വടയ്ക്കകത്ത് 3 വട ഉണ്ടാവും. അപ്പൊ പിന്നെ ഞങ്ങൾ അത് കഴിക്കാന്ന് കരുതി. ഓൾറെഡി കോഫി കുടിച്ചു കഴിഞ്ഞു. ഞാൻ ചായ ഒന്നും ഓർഡർ ചെയ്തിട്ടില്ല. നമ്മള് പോയ വിലലൻമിന്റെ കടയുടെ തൊട്ടിപ്പുറത്ത് തന്നെ. ആ ജസ്റ്റ് റോഡ് ക്രോസ് ചെയ്താൽ മതി. കണ്ടപ്പോ ഒരു ആഗ്രഹം, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമുക്ക് പുറത്തിറങ്ങുമ്പോൾ നമുക്ക് തിന്നാനുള്ളൊരു ആഗ്രഹം തോന്നില്ലേ. അങ്ങനെ എന്നിട്ട് ഇവിടെ വന്നു സാമ്പാറോടെ ഓർഡർ ചെയ്തിട്ടുണ്ട്. എനിക്ക് സാമ്പാറോടെ കുറച്ച് സമയം എടുക്കും തോന്നുന്നു അല്ലേ. സാമ്പാറുണ്ടാവും, വട ഉണ്ടാക്കണം. സാമ്പാർ ഇവിടെ മറ്റേ അറിയില്ല. അങ്ങനെ ഒരുമിച്ച് അതിനകത്ത് ഇങ്ങനെ ഡിപ്പ് ചെയ്തിട്ടേക്കണമെന്നാണെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ അപ്പൊ ഡിപ്പ് ചെയ്തിട്ട് കഴിക്കുന്ന എനിക്ക് ഇഷ്ടമില്ല. കുറച്ചും കൂടെ ഒരു ജ്യൂസി ആയിരിക്കണം, എന്നാലേ അത് ഇഷ്ടമുള്ളൂ. അത് കഴിക്കാൻ വേണ്ടി ഇരിക്കാം. കുറെ കടകളുണ്ട്. ഇത് നമ്മുടെ മുന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ട് മിഠായി വാല എന്നുണ്ട്. ഇവിടെ തന്നെ 2-3 കടയുണ്ട് അല്ലേ. നല്ലതായിട്ടാ. പക്ഷെ നമ്മൾ പോയി കഴിക്കാറില്ലേ, അതാണ് നമുക്ക് കൂടുതൽ ഇഷ്ടം. ഇവിടുത്തെ കസ്റ്റമർ സർവീസ് അത്ര പോരാ. ഞങ്ങളിത് 2-3 പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട്. എപ്പോ വന്നാലും അവർക്ക് വേണോ വേണ്ടയോ എന്ന് വെച്ചിട്ട് അങ്ങനത്തെ ഒരു ടൈപ്പാണ്. പക്ഷെ നമ്മുടെ അപ്പുറത്തെ മിഠായി വാലയിൽ അടിപൊളിയാ, ഭയങ്കര കസ്റ്റമർ സർവീസാ. അവിടെ ആണെങ്കിൽ പിന്നെ ആൾക്കാരും കൂടുതലുണ്ട്, കുറച്ചും കൂടി വലിയതാ. ഇത് പക്ഷെ കുറച്ച് കുഞ്ഞാണ്.
പക്ഷെ കുറച്ച് കുഞ്ഞാണ് ഇവിടെ. പിന്നെ അത് ചിലപ്പോ നമ്മള് ഈ മെക്ഡൊണാൾഡ്സിൽ തന്നെ ആൾക്കാർ ഓർഡർ ചെയ്യുമ്പോഴേ ചിലവര് പല സ്ഥലത്തു നിന്നും ഓർഡർ ചെയ്യും. അപ്പൊ ഞാൻ വിചാരിക്കും നമ്മൾക്ക് വീടിന്റെ അവിടെ തൊട്ടപ്പുറത്ത് മെക്ഡൊണാൾഡ്സ് ഉണ്ടായിട്ട് ചിലവര് ഫ്രാങ്ക്ടൺ അല്ലെങ്കിൽ ടീറാപ്പ് അവിടെ നിന്ന് വരുന്നു 10-20 കിലോമീറ്റർ അകലെയാണ്. അപ്പൊ എനിക്ക് അറിയില്ല ഇത് എന്താ സംഭവം. അപ്പൊ പിന്നീട് മനസ്സിലായത് അവിടുത്തെ മെക്ഡൊണാൾഡ്സ് അല്ല, അവിടുത്തെ മിഠായി ഹബ്ബ് അല്ലെങ്കിൽ അവിടുത്തെ കടയിൽ സെയിം ബ്രാൻഡ് ആയാലും അവിടുത്തെ കുക്ക് വേറെ ഇവിടുത്തെ കുക്ക് വേറെ. അത് കാരണം കൊണ്ട് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. സാമ്പാറോടെ വെച്ചിട്ടേ കുഴപ്പമില്ലാട്ടോ, കണ്ടിട്ട് അടിപൊളിയാട്ടോ. 3 വട, മല്ലിയില, ഒരു ചമ്മന്തി, സാമ്പാർ, പിന്നെ വേറൊരു ചമ്മന്തി. നാട്ടിലത്തെ പോലെ തന്നെ പെട്ട പറഞ്ഞ പോലെ തന്നെ നമ്മൾ വിചാരിച്ച പോലെയല്ല വന്ന സാധനം. ഞാൻ വിചാരിച്ചത് സാമ്പാറിനകത്ത് വട ഇങ്ങനെ ഡിപ്പ് ചെയ്ത് വെച്ചിട്ട് കുറച്ച് ജ്യൂസി ആയിട്ടുള്ളതായിരുന്നു. പക്ഷെ അതല്ല, ഇത് സെപ്പറേറ്റ് വടയും സെപ്പറേറ്റ് സാമ്പാർ, ചമ്മന്തി, സംഭവങ്ങളൊക്കെ ഒരുമിച്ച് മിക്സ് ആക്കിയാൽ മതി. ഒരുമിച്ച് മിക്സ് ആക്കിയാൽ മതി. അങ്ങനെയല്ല നീ ഉദ്ദേശിച്ചത് അത് സാമ്പാറൊക്കെ വലിച്ചെടുത്തിട്ട് വടയുടെ ഉള്ളിൽ ഓൾറെഡി ഇങ്ങനെ അതിനകത്ത് കിടന്ന് അങ്ങനെ ഇല്ലേ, അതാണ് എനിക്ക് കുറച്ചും ഇഷ്ടം. ഇതിപ്പോ കുറച്ചുകൂടി കുഴപ്പമില്ല, വട സോഫ്റ്റ് ആണ്. പക്ഷെ ഇപ്പൊ നമുക്ക് ടാസ്ക് കൂടി. ഇവിടെ കൈ കഴുകുന്ന സാധനം നമ്മള് നോക്കിയെടുക്കാൻ കാണാനില്ല, കൈ കഴുകുന്ന സ്ഥലം. അപ്പൊ നമ്മളിതിനെ കുഞ്ഞായിട്ട് മുറിച്ചിട്ട്, ഫോർക്കില്ല, സ്പൂൺ മാത്രമേ ഉള്ളൂ. നമ്മള് ഇതിന് മുന്നൊരു കടയിൽ പോയിട്ട് കൈ കഴുകാൻ സ്ഥലമില്ലാണ്ട് നമ്മള് ചീത്ത ഓർമ്മയില്ല, അവിടെ നിന്ന് കുപ്പിയിൽ വെള്ളം വാങ്ങിച്ചിട്ട് ഞങ്ങൾ പുറത്തു പോയി കഴിക്കുന്നത്. അത് പക്ഷെ അവിടെ ഓൾറെഡി ടേക്ക് അവേ ആയിരുന്നു. ടേക്ക് അവേ ആണ്. പക്ഷെ സ്നാക്സും സാധനങ്ങളുണ്ട്. നമ്മള് നല്ല ബിരിയാണി അത് ഇതൊക്കെ വാങ്ങിയത്. പക്ഷെ നമ്മൾ ആ സമയത്ത് ഇവിടെ ഇല്ലായിരുന്നു. നമ്മുടെ ടോപ്പോലായിരുന്നു. ടോപ്പോന്ന് ഇവിടെ വന്നപ്പോ നമുക്ക് ഇന്ത്യൻ കടയിൽ കയറിയിട്ട് ഫുഡ് കഴിക്കാനുള്ള ആഗ്രഹം കൊണ്ട് നമ്മൾ ആ കടയിൽ കയറി നന്നായിട്ട് കഴിച്ചു കഴിഞ്ഞപ്പോ നമ്മള് വെള്ളം അവിടുന്ന് കുപ്പിവെള്ളം ചേട്ടാ കൈ കഴുകാൻ സ്ഥലല്ലേ, കൈയാണ് ഞാൻ തൊട്ടപ്പുറത്ത് ആളുണ്ട്, അവിടെ പോയിട്ട് കഴിക്കണം. ഞാൻ പറഞ്ഞു പിന്നെ എന്തിനാ തുറന്നു, എനിക്ക് ദേഷ്യം പിടിച്ചു. പക്ഷെ അവർ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് നമ്മുടെ ആഗ്രഹം കൊണ്ട് നമ്മൾ വാങ്ങിച്ച് കഴിച്ചു, നല്ല അന്തസ്സായിട്ട് കഴിച്ചിട്ട് നമ്മൾ പുറത്തുനിന്ന് കഴിക്കും. ഇപ്പൊ ഞാൻ ചെയ്യാൻ പോണെന്ന് വെച്ചാൽ കുഞ്ഞായിട്ട് മുറിച്ചിട്ട് സാമ്പാറിനകത്ത് നമുക്ക് ഡിപ്പ് ചെയ്ത് കഴിക്കാം. വടമ പിടിച്ചിട്ട് മുക്കിയാൽ മതി, എന്നിട്ട് കഴിച്ചാൽ മതി, എന്റെ കൈ തുടച്ചാൽ മതി. ഒന്നാമത്തെ വണ്ടിമൊക്കെ കീന്നൊരു മണാണ് ആ വെള്ളത്തിന്റെ. അപ്പൊ ഇനി കട്ട് ചെയ്തിട്ട് ഞങ്ങൾ ഒരുമിച്ച് കഴിക്കാം കേട്ടോ. സാമ്പാർ വട കിട്ടാത്ത കാരണം കൊണ്ട് ഇപ്പൊ എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വടക്കകത്ത് സാമ്പാർ ഒഴിച്ച് അതിന്റെ മുകളിൽ മറ്റേ വെള്ള കോക്കനട്ട് ചട്നി, പിന്നെ കുറച്ച് തക്കാളി ചട്നി എല്ലാം ഇങ്ങനെ മിക്സ് ചെയ്ത് മറ്റേ ഫുഡിന്റെ ബ്ലോഗേഴ്സ് പറയണ പോലെയായോ, എല്ലാം കൂടി ഇങ്ങനെ എടുത്തിട്ട് ചിലപ്പം എനിക്ക് ഇടയ്ക്ക് തോന്നാണ്ട് ചിലപ്പോ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല, പക്ഷെ എന്നാലും അടിപൊളി. അമ്മോ നല്ലതാണോ? തേങ്ങ ചമ്മന്തിക്ക് നല്ല എരിവുണ്ട് കേട്ടോ. സാമ്പാർ എങ്ങനെയുണ്ട്? സാമ്പാറ് നമ്മള് മറ്റേ എനിക്കിപ്പം അനുഭവം ഉള്ളത് മറ്റേ നമ്മുടെ നവരത്ന നമ്മുടെ ബെഹ്റിലത്തെ കടയാണ്. അതിനകത്ത് സാമ്പാർ കഴിക്കുമ്പോഴേ ഒന്നും വിചാരിക്കരുത്. ഞങ്ങൾ അവിടെ ഇപ്പൊ പോയി കഴിക്കാൻ നിന്നാലും ഞങ്ങള് ആ സാമ്പാറ് ബാക്കിയുള്ളതൊക്കെ ഉണ്ടല്ലോ വെറുതെ ടീസ്പൂൺ കൊണ്ട് കോരി കുടിക്കും. ഈ തമിഴ് ആൾക്കാരുടെ ഭയങ്കര ടേസ്റ്റ് അത്. അതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുണ്ടോ നമ്മുടെ പോലെ കുറെ കഷ്ണങ്ങളൊന്നും അല്ലായിരിക്കും, പക്ഷെ അതിനകത്ത് അവർ പഞ്ചസാരയോ എന്തോ ശർക്കര എന്തോ ഇടും. അത് നല്ല രസം. അതുപോലെ പിള്ളേരാണെങ്കിലും ആ സാമ്പാർ കിട്ടുമ്പോൾ അവരെപ്പോഴും അത് കുടിക്കും. ഞങ്ങളത് ഒട്ടും ബാക്കി വെക്കാറില്ല. പക്ഷെ ഇത് നമുക്ക് ഇഷ്ടമാവാത്തായിരിക്കും സാമ്പാർ. അല്ലാട്ടാ, സാമ്പാർ രസമുണ്ട്, മധുരൊക്കെ ഉണ്ട്, പക്ഷെ എന്തോ വേറെ ടേസ്റ്റ് കയറിയോ നോക്കട്ടെ. ചട്നി കൊള്ളു. അയ്യോ ഞാൻ പറഞ്ഞത് തിരുത്തി പറയണം. തക്കാളി ചമ്മന്തിയും സാമ്പാറും കൊള്ളാം, തേങ്ങ ചമ്മന്തി കൊള്ളൂല. എനിക്ക് തോന്നുന്നു അതിനകത്ത് ഇഞ്ചി ഇട്ടിട്ടുണ്ടോ തേങ്ങ ചമ്മന്തിക്ക്, എനിക്ക് ഇഷ്ടമില്ല, അറിയില്ല. വട കുഴപ്പമില്ല. സാധാരണ എനിക്ക് വട മോശ വട നല്ല ക്രിസ്പി അല്ലെ, വടക്കകത്ത് മിക്സ് ചെയ്താണെങ്കിൽ തേങ്ങ ചമ്മന്തിക്ക് നല്ല എരിവുണ്ട് കേട്ടോ. സാധാരണ ഞാൻ ഒട്ടും അങ്ങനെ എരിവ് കഴിക്കാറില്ല. എരിവ് കഴിക്കുമ്പോൾ എന്തോന്നും പോകുകയും. 9:55 നമ്മൾ ഓൾറെഡി അവർക്ക് നമ്മുടെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ തന്നെ അവർ വിളിക്കും എങ്ങനെ സപ്പോസ് കഴിഞ്ഞാൽ തന്നെ. പക്ഷെ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് കഴിഞ്ഞിട്ട് വേഗം പോയിട്ട് വീട്ടിൽ പോയിട്ട് എന്തെങ്കിലും തട്ടിക്കൂട്ട് കറി വെക്കണം, എന്നിട്ട് വേണമെങ്കിൽ ഡ്യൂട്ടിക്ക് പോകാനായിട്ട്. എന്റെ ഏട്ടനെ ഹെൽപ്പ് ചെയ്യും, അതായത് പിന്നെ കുഴപ്പമില്ല.
ഞാൻ കിടന്നുറങ്ങുമ്പോ അയ്യോ ഉറങ്ങുമ്പോ അപ്പം ഞങ്ങൾ വേഗം കഴിച്ചു തീർക്കട്ടെ. കഴിച്ചു തീർത്ത് നമുക്ക് നമ്മുടെ വണ്ടി എടുത്തോട്ട് പോവാം. ഞങ്ങൾ രണ്ടുപേരും വേഗം കഴിക്കാൻ പോവാം. അപ്പൊ നമ്മുടെ ജീന മോളെ തിരിച്ചു കിട്ടി. ഇതിലൊന്നിട്ട് കേൾക്കുന്നത് ഇത് എന്നോട് മനസ്സിലായില്ലേ? ഇതൊക്കെ കറക്റ്റ് ആണ് കേട്ടാ. ലെഫ്റ്റ് 7.8. ഇല്ലല്ലോ ഇത് ശരിയാക്കിയിട്ടുണ്ടെന്ന് അവർ പറഞ്ഞ. അപ്പൊ കറക്റ്റ് ഇതിന്റെ എങ്ങനെയാ മെഷർമെന്റോ എന്നിട്ട് സാധനം ഡിഗ്രിയോ കറക്റ്റ് തരണം. അപ്പൊ നമുക്ക് $89 ആണ് കേട്ടോ. GST നോക്കി $11, $77 ഉള്ളൂ. ഇവരിങ്ങനെ ഒരു പേപ്പർ തരും നമുക്ക്. എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും അല്ലെ? ഒരു പേപ്പർ തരും എങ്ങനെയാണ് ഇതിന്റെ സംഭവങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ മുന്നേ ചെയ്തതിന് ടയറിന്റെ സാധനമൊക്കെ വെച്ചിട്ട് ഒരു ഇതുണ്ടായിരുന്നു ഫോട്ടോ പോലെ. എങ്ങനെയാന്നുള്ളത് അല്ലേ? വീൽ അലൈൻമെന്റ് റിപ്പോർട്ട് അപ്പൊ കിട്ടി. അപ്പൊ അങ്ങനെ അത് കഴിഞ്ഞു. ഇത് നമ്മുടെ വീൽ അലൈൻമെന്റിന്റെ പേപ്പർ അത് കിട്ടി ഡാഷ്ബോർഡിലേക്ക്. അപ്പൊ അത്രേ ഉള്ളൂ. സമയം 10:15 നമ്മൾ വേഗം എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിച്ചിട്ട് വീട്ടിൽ പോയിട്ട് വേഗം എന്തെങ്കിലും ചിക്കൻ വാങ്ങിക്കാം അല്ലേ? എന്തെങ്കിലും വാങ്ങിച്ചിട്ട് വേഗം തന്നെ തിരിച്ചു പോവാം. അപ്പൊ നമ്മൾ വണ്ടി കെട്ടിട്ട് തിരിച്ചു പോവാം. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ ചേട്ടാ? ഓക്കെ ആണോ? വീൽ അലൈൻമെന്റ് എപ്പോഴും നോക്കണം. കഴിഞ്ഞ പ്രാവശ്യം നമ്മള് നോക്കാണ്ട് കുറച്ച് നാൾ വെച്ചോണ്ടിരുന്നപ്പം ഒരു ടയർ 2 ടയർ പോയി അല്ലേ? 2 ടയർ പോയി. എങ്ങനെ വെച്ചാല് സൈഡ് മാത്രം ചെത്തി പോയ പോലെ അല്ലേ? അത് ഉള്ളില് ആയതുകൊണ്ട് നമ്മൾ കണ്ടൂല. അതായത് നമ്മൾ പുറത്തേക്ക് കാണുന്ന സൈഡല്ല, ഇപ്പുറത്തെ സൈഡ് അല്ലെ? ഇപ്പുറത്തെ സൈഡ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പം അവിടെ ഇങ്ങനെ ചെത്തി പോയി. അപ്പൊ നമ്മളൊക്കെ എപ്പോഴും വീൽ അലൈൻമെന്റ് നമ്മള് നോക്കാത്ത എന്തറിയോ? നമ്മള് വണ്ടി എടുത്ത സമയത്ത് പോയി നമ്മളത് നോക്കണായിരുന്നു, ശ്രദ്ധിച്ചില്ല. എപ്പോഴും നമ്മള് വണ്ടിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. ബ്രേക്ക് പാഡ് ആയാലും അലൈൻമെന്റ് ആയാലും ഓയില് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇതിനകത്ത് എല്ലാത്തിനും അലർട്ട് വരും. വന്നാലും നമ്മളെല്ലാം ചെക്ക് ചെയ്യണം. ബി സേഫ്. കുറച്ച് പൈസ പോയാലും നമ്മുടെ ലൈഫിനാണ് കുറച്ചും കൂടി വാല്യൂ. പിന്നെ അത് മാത്രം അതന്നെ കറക്റ്റ്. നമ്മളിപ്പോ വണ്ടി വാങ്ങണെങ്കിലും കുറച്ച് വേണ്ട ഒരു വണ്ടി എടുത്തോണ്ട് പോണേ. എയർ ബാഗ് ഉള്ളത്, സേഫ്റ്റി ഫസ്റ്റ് നോക്കണം. 5 സ്റ്റാർ. നമ്മുടെ നാട്ടില് അത് പറഞ്ഞിട്ടോന്ന് അറിയില്ല, നെക്സോൺ ആയിരുന്നു ആദ്യം എടുത്തായിരുന്നെ, ടാറ്റയുടെ. അപ്പം എല്ലാവർക്കും അതൊരു, എനിക്കും ടാറ്റയുടെ വണ്ടിയാ എന്നൊക്കെ ചോദിച്ചിട്ട് ഞാനും എതിർപ്പ് കാണിച്ചായിരുന്നു. നമ്മള് കോവിഡിന്റെ സമയത്ത് നിന്റെ നാട്ടിലേക്ക് പോയ സമയത്ത് നമ്മള് ആ വണ്ടി എടുത്തായിരുന്നു. ഓട്ടോമാറ്റിക് ആയിരുന്നു. അപ്പൊ എനിക്കും കൂടി ഓടിക്കാലോ എന്നുള്ള ഇതിലേക്ക് എടുത്തതായിരുന്നു. എടുത്തതെന്ന് വെച്ചാൽ നമ്മളത് പിന്നെ കൊടുത്തിട്ടാണ് ഇങ്ങോട്ട് വന്നേട്ടാ. അപ്പൊ അന്ന് ടാറ്റ എന്ന് പറഞ്ഞപ്പം 5 സ്റ്റാറോ 7 സ്റ്റാർ എത്രയായിരുന്നു? 5 സ്റ്റാർ സേഫ്റ്റി. മറ്റേ അന്ന് ആ സമയത്ത് 5 സ്റ്റാർ ഉള്ളത് വണ്ടി വേറെ ഉണ്ടായിരുന്നില്ല. അപ്പൊ അങ്ങനെ വിചാരിച്ചു നമ്മൾ എടുത്ത വണ്ടിയായിരുന്നു. പിന്നെ എല്ലാത്തിനും ഒന്ന് മാരുതിന്റെ വണ്ടിക്കൊക്കെ വന്നു. മാരുതി പപ്പടം എന്ന് പറഞ്ഞ എല്ലാവരും കളിയാക്കായിരുന്നു എന്താ പറഞ്ഞിട്ട്. അപ്പൊ നമ്മള് സേഫ്റ്റി. ഇത് പറയുന്നതിന്റെ ഇടയ്ക്ക് വേറൊരു കാര്യം കാണിച്ചു കേട്ടാ. ഞങ്ങള് അങ്ങനെ വർത്താനം പറഞ്ഞോണ്ടിരുന്നപ്പോഴായിരുന്നു നമ്മള് കണ്ടത് അത്ര അകലല്ല, വഴിയില് എന്തായാലും വൈക്കാട്ട റിവറിന്റെ ഒരു സൈഡായിരിക്കും ഇത്. നമ്മൾ അന്ന് ക്രിക്കറ്റ് കളിക്കാൻ അന്ന് കാണാൻ വന്നിട്ടായിരുന്നില്ലേ? നമ്മള് ക്രിക്കറ്റ് കളിക്കാൻ വന്ന സ്ഥലം ഓർമ്മയുണ്ട്. ആണോ? നല്ല ഭംഗിട്ടാ. മനസ്സിലായി. ആ സൈഡിൽ കൂടെ നമ്മൾ അന്ന് പറഞ്ഞായിരുന്നു ഇറങ്ങി നടന്നാലോ എന്ന് പറഞ്ഞായിരുന്നു. ഓക്കെ, മനസ്സിലായി. ഈ വീടുകൾക്കൊക്കെ ഭയങ്കര വ്യൂ ആയിരിക്കും. കാലത്തിന് എനിക്ക് നമുക്ക് മറ്റേ പുഴയിലേക്ക് നോക്കിയിരിക്കാം. നമ്മുടെ പണ്ടത്തെ ആഗ്രഹമായിരുന്നു പുഴയുടെ സൈഡിൽ ഒരു വീട് വെച്ച് താമസിക്കുന്നു അല്ലേ? അത് കഴിഞ്ഞിട്ട് മറ്റേ വെള്ളപ്പൊക്കെ വന്നപ്പോ പറഞ്ഞു അയ്യോ പുഴയുടെ സൈഡിലാണ്. ബഹ്റൈനിൽ പോണ സമയത്ത് ഞാൻ ഒരു ഇതായിരുന്നു, ഒരു പുഴയുടെ സൈഡില് ചെറിയൊരു വീട്. എന്നിട്ട് നമുക്ക് മറ്റേ വെക്കേഷൻ ഒക്കെ ഉണ്ടാകുമ്പോ അവിടെ പോണം, ഇതാക്കണം, ബാർബിക്യൂ ഉണ്ടാക്കണം, സൈഡിൽ നിന്ന് കഴിക്കണം, അതന്നെ കള്ളു കുടിക്കണം. നമ്മുടെ ഇവന് ഒരു ഇതുണ്ട്, ഏത് നമ്മുടെ കൂടെ പഠിച്ച അനിലെന്ന് പറഞ്ഞൊരുത്തുണ്ട്. ഞാൻ വോളിബോളിന്റെ കോച്ചാണ്, ഭയങ്കര സ്പോർട്സിൽ ഭയങ്കര ഇതാണ്. അപ്പൊ അവന്റെ വീട് ഞങ്ങൾ പോയിട്ടുണ്ട്. അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളിയാ. ഫ്രണ്ടിൽ തന്നെ മറ്റേ തോണിയൊക്കെ ഉണ്ട്. അവ എന്നും വിളിക്കും വരുമ്പോ വായ എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഇവർക്ക് പോകാൻ പറ്റില്ല, പോണവന്റെ അടിക്കും പ്രാവശ്യം. നമ്മള് പറഞ്ഞു വന്നത് നേരത്തെ വണ്ടിയുടെ കാര്യം, അതിനകത്ത് ദിശ മാറിപ്പോയി. അത് പറഞ്ഞിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാൻ തന്നെ. അതായത് അപ്പൊ എന്നിട്ട് നിന്റെ ഒരു പ്രാവശ്യം ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു വരും അല്ലേ? പപ്പക്ക് സർജറി കഴിഞ്ഞപ്പോഴാണോ? എന്റെ പപ്പയുടെ ഒരു സർജറി കഴിഞ്ഞിട്ട് തിരിച്ച് ഹോസ്പിറ്റലിൽ നിന്ന് വൈകുന്നേരമായിരുന്നു. നല്ല മഴയുണ്ടായിരുന്നു. നല്ല മഴ സമയത്ത് നിന്റെ ഏട്ടൻ വണ്ടി ഓടിച്ച് വരുന്ന സമയത്ത് നിന്റെ ഏട്ടൻ സിഗ്നലിൽ കിടക്കാണ്. സിഗ്നലില് വണ്ടി പോട്ട സിഗ്നലിൽ കിടക്കാണ്. ആ സമയത്ത് നല്ല മഴയായിരുന്നു. അപ്പം സിഗ്നലിൽ നിന്റെ കിടക്കുന്ന സമയത്ത് നിന്റെ നോക്കിയപ്പം
സൗണ്ട് ഒന്നും കേട്ടില്ല അല്ലേ? സൗണ്ട് ഒന്നും കേട്ടില്ല. പക്ഷെ ചില്ലുകള് ചില്ലുകൾ നിന്റെ ഇവിടെ മേത്തേക്ക് ഇങ്ങനെ വരുന്നുണ്ട്. ഭാഗ്യത്തിന് പിള്ളേര് ആരും വണ്ടിയിലുണ്ടായിരുന്നില്ല, അത് ദൈവാനുഗ്രഹം. അപ്പൊ നിന്റെ മേത്തേക്ക് ചില്ല് വരുന്നത്. അപ്പോഴാണ് നിന്റെ ബാക്കിലേക്ക് നോക്കണത്, എന്തൊരു ചില്ല് വരുന്നത് നോക്കിപ്പിണ്ട്. വലിയൊരു തമിഴ് ലോറിയോ ട്രക്കോ ട്രക്ക് തമിഴ് ലോറി തമിഴ് ലോറി വന്നിട്ട് ഇടിച്ച് പപ്പടാക്കി ബാക്ക്. പക്ഷെ ദൈവം അനുഗ്രഹിച്ച് നിന്റെ ഏട്ടന് ഒരു കുഴപ്പമുണ്ടായില്ല. നിന്റെ ഏട്ടൻ അറിഞ്ഞില്ല. അതാണ് നമ്മുടെ ദൈവാനുഗ്രഹം. അപ്പൊ നമ്മള് കുറച്ച് പൈസ കൂടണതോ അതോ അങ്ങനെ ഒന്നും നോക്കിയിട്ടല്ല ഒരു കാര്യം ചെയ്യേണ്ടത്. പിന്നെ അതില് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, എന്റെ ഫ്രണ്ടിൽ വണ്ടി ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ നിന്റെ കുറച്ചുകൂടി മൂവ് ചെയ്ത് പോയി. നിന്റെ ശരിക്കും ആ വണ്ടി ഇടിച്ചപ്പോ മൂവ് ചെയ്ത് റെഡ് സിഗ്നലിൽ കിടന്നായിരുന്നു. നിന്റെ ഏട്ടൻ അപ്പുറത്തെ സിഗ്നലിലേക്ക് എത്തി, അത്രേ ഉള്ളൂ. പക്ഷെ വേറെ ഫ്രണ്ടിൽ വല്ല ട്രക്ക് വലുതാണെങ്കിൽ എന്നെ അതിന്റെ ഉള്ളിൽ ജാം ആക്കിയ. അതുകൊണ്ട് വേറെ വണ്ടികളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എങ്കിലും നമുക്കൊന്നും പറ്റിയില്ല, ദൈവം അനുഗ്രഹിച്ചു. വണ്ടി മാത്രല്ല, ദൈവാനുഗ്രഹം കൂടി. അതാ ഡ്രൈവറൊന്നും പറയാൻ പറ്റില്ല, അത്ര മഴയായിരുന്നു, ഒന്നും കാണാനും പറ്റില്ല. പാവം അവര്. ഞാന് ഇത് നോക്കുമ്പോഴേ ഒരു സൗണ്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ട്, ആള് ബ്രേക്ക് പിടിക്കണമെന്ന് തോന്നുന്നു. ആൾക്ക് കിട്ടിയിട്ടില്ല ബ്രേക്ക്, വണ്ടി വരുന്നുണ്ട്. പക്ഷെ ഞാൻ ചില്ല് വരുമ്പോഴാണ് ശ്രദ്ധിക്കുന്നത്, സൗണ്ട് കേൾക്കുന്നുണ്ട് ഞാൻ മഴയായാലും. അത്ര അകലെ ആള് ബ്രേക്ക് പിടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ആള്. അതാണ് കാര്യം, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അത് ആ സമയത്ത് ഞാൻ ഡ്യൂട്ടിയിലാണ്. ഞാനപ്പോ വേറില്ല, അതിന്റെ ഹോസ്പിറ്റൽ കാര്യത്തിന് വേണ്ടി നാട്ടിലേക്ക് വന്നതായിരുന്നു. അപ്പൊ ഞാനപ്പോ ആ സമയത്ത് എന്റെ കറക്റ്റ് വിളിച്ചു. അപ്പൊ എന്റെ പറഞ്ഞു വണ്ടി തട്ടി, ഞാൻ പിന്നെ വിളിക്കാന്ന് പറഞ്ഞു. പിന്നെ എന്റെ ഫോൺ എടുക്കണില്ല, പേടിച്ചു ശരിക്കും. അതൊന്നിട്ടെന്നറിയാം, അപ്പുറത്തെ ട്രാക്കിൽ പോലീസുകാരുണ്ടായിരുന്നു. അപ്പൊ അവര് അപ്പന് പറഞ്ഞു, എന്നോട് പറഞ്ഞു വണ്ടി മാറ്റാം, വണ്ടി നീക്കില്ല പറഞ്ഞു. ഞാൻ വണ്ടി നീക്കിട്ടു. എന്നിട്ട് മറ്റോട് പറഞ്ഞു നിന്റെ ലൈസൻസ് ഉണ്ടെന്നു പറഞ്ഞു, മറ്റേ ഡ്രൈവറെ അടുത്ത്. അപ്പൊ അയാള് തമിഴ്നാട്ടുകാരനാന്ന് തോന്നുന്നു. അപ്പൊ ആള് ലൈസൻസ് വേഗം ചാലക്കുടി പോലീസ് സ്റ്റേഷനിലേക്ക് വരാൻ പറഞ്ഞു. അതായത് നീ എന്തിട്ടുള്ള റെഡ് സിഗ്നൽ ടൈം ഇവന്റെ ബാക്കിൽ വന്ന് ഇടിച്ചെന്ന് ആള് ചോദിച്ചിട്ട്, ഞങ്ങൾ പോലീസുകാർ, അവര് യൂണിഫോമിലില്ല, ഷാഡ പോലീസ് അങ്ങനെ എന്തോ, പെട്ടെന്ന് നീ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. അപ്പൊ അവരെ ആരെ വിളിച്ചു പറഞ്ഞു. മറ്റേ ആ വണ്ടി പിടിച്ചെന്ന് വിളിക്കാൻ പാവായിരുന്നു കേട്ടോ. എന്നിട്ട് സാധാരണ വണ്ടി ചെയ്യുന്ന നാട്ടില് ഇത്ര പൈസ ചോദിക്കും, എന്നിട്ട് അത് തരണം, അങ്ങനെയൊക്കെയല്ലേ. പക്ഷെ ഇയാൾ പാവം, എനിക്ക് തോന്നുന്നു കോൺട്രാക്ട് ബേസിസിലോ അല്ലെങ്കിൽ അവര് മറ്റേ ദിവസക്കൂലിക്ക് അങ്ങനെയൊക്കെ വണ്ടി ഓടിക്കുന്ന ആൾക്കാർ ചിലപ്പോ അഭിനയിച്ചതായിരിക്കും. മറ്റേ നമ്മളൊരു കൺസെപ്റ്റ് ഉണ്ട്, തമിഴന്മാരെന്ന് പറഞ്ഞാൽ ഒന്നും ഇല്ലാത്തവരാണ്. പക്ഷെ അങ്ങനെയല്ല, നല്ല പൂത്തകാശുണ്ടവര്, അടിപൊളിയാ അങ്ങനെ. അപ്പൊ അത് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കില് നമ്മളന്ന് 5 സ്റ്റാർ നോക്കി വണ്ടി വാങ്ങിച്ചു, ദൈവം അനുഗ്രഹിച്ച്. സേഫ്റ്റി അതന്നെ. ഇപ്പൊ ഈ വണ്ടി ആയാലും എല്ലാരും പറയും അയ്യോ വണ്ടി എന്നൊക്കെ പറയും, പക്ഷെ അങ്ങനെയല്ല. എന്റെ എപ്പോഴും എന്റെ സേഫ്റ്റി നോക്കിയിട്ടാണ് ഈ വണ്ടി മാറ്റാണ്ടിരിക്കുന്നത്. നമുക്ക് വല്ല പണിയൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല പണിയുണ്ട് ഈ വണ്ടിക്ക്, നമുക്ക് കുറെ കാശ് കുറച്ച് 2013 മോഡലല്ലത്, പഴയതാണ്. പക്ഷെ എങ്കിലും നമ്മൾ സേഫ് ആയിരിക്കും. നമുക്കിപ്പോ എന്തെങ്കിലും ഒരു ഇത് പറ്റിയാൽ തന്നെ നമ്മൾ കുറച്ചും കൂടി നമുക്ക് വലിയ കേടുപാടുകളൊന്നും പറ്റാണ്ട് ഇരിക്കും. നമ്മുടെ സൈഡുകളൊക്കെ ക്ലിയർ ആക്കിയിട്ട് വെക്കാം. അതെ. അപ്പൊ അങ്ങനെയാണ്. അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ കുറച്ച് വലുതാവും തോന്നുന്നു അല്ലേ? അപ്പൊ അത്രയ്ക്കേ ഉള്ളൂ. അപ്പൊ വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ. ബൈ.